നീ വരുന്നു എന്ന് പറഞ്ഞ് കത്ത് കിട്ടിയപ്പോ എന്റെ മനസ്സിലൊരു ചിത്രം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല അത്. എപ്പോഴും എല്ലാം പ്രതീക്ഷയ്ക്കെതിരായിട്ടാണല്ലോ സംഭവിച്ചിട്ടുള്ളത്. ഞാനിങ്ങോട്ട് വരുന്ന വഴി ഒരു നിമിഷം പഴയ കഥകളെല്ലാം ഓർത്തുപോയി. ഞാനും ജനനിയും കൃഷ്ണേട്ടന്റെ കഥാപാത്രങ്ങളായിരുന്നല്ലോ. അതെ, പക്ഷെ നിങ്ങളെ കുറിച്ചുള്ള എന്റെ കണക്കൂട്ടലുകൾ മുഴുവൻ തെറ്റിയിട്ടേ ഉള്ളൂ. ജനനി നിന്നെ സ്നേഹിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. അത് സംഭവിച്ചില്ല. അവൾ സ്നേഹിച്ചു. നിങ്ങളുടെ വിവാഹം നടക്കില്ലെന്ന് ഞാൻ തീർത്തും പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് നീ എന്നോട് ചോദിച്ചു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടും രണ്ട് ഗോത്രക്കാരാണ്. അഷ്ടസഹസ്രക്കാരാണ് വൈദ്യനാഥന്റെ കുടുംബക്കാർ. മുമ്പൊക്കെ ഒരു ഗോത്രക്കാർ മറ്റൊരു ഗോത്രക്കാരെ വിവാഹം കഴിച്ചിരുന്നില്ല. കാലം മാറിയെങ്കിലും രാഗം വൈദ്യനാഥന്റെ കുടുംബക്കാർ ഇപ്പോഴും പഴമയിൽ വിശ്വസിക്കുന്നവരാ. നീയോ ഏറ്റവും താഴ്ന്ന മട്ടെന്ന വർഗം, ദേവദാസികളുടെ രക്തം. സൺസ് ബോൺ ടു പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്നാണ് വിശേഷണം. അറിയാം, ഒറ്റവാക്കി പറഞ്ഞ ബാസ്റ്റഡ്സ്. കറക്റ്റ്. അതുകൊണ്ട് വൈദ്യനാഥന് ജീവനുള്ളിടത്തോളം കാലം ഈ ബന്ധം നടക്കില്ല. எல்லாம் நடக்கிறது நல்லதுக்கு தானே. ஏன் பொண்ணு உங்க வீட்டுல மாட்டு பொண்ணை அனுப்புறதுக்கு எனக்கு ரொம்ப சந்தோஷம். பையன் ஐஏஎஸ்ங்கிறதுக்காக நான் பொண்ணை கொடுக்கல. என் கோத்திரத்திலே நல்ல உறவுகாரன் நிக்கும்போ நான் ஏன் வெளியில கொடுக்கணும்? இது நடக்கிறதுல எங்களுக்கும் ரொம்ப சந்தோஷம். சித்தப்பா, உங்களை பாக்குறதுக்கு யாரோ வந்திருக்காங்க. அவனை உள்ள எடுத்து പറയൂ. എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. ഇപ്പൊ തന്നെ വേണോ? ആ, പറഞ്ഞോളൂ. ഇവിടെ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ല. രഹസ്യമാണോ? പരസ്യമാക്കണമെങ്കിൽ ആക്കാം. പക്ഷേ ഞാൻ കാരണം സാറിന്റെ സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു നിമിഷം വരൂ. കാര്യം എന്താ പറയണോ? അറിയാത്തവരെ പറഞ്ഞു മനസ്സിലാക്കാം. അറിയില്ലെന്ന് അടിക്കുന്നവരെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം താൻ എന്തിനാ വന്നതെന്ന്. എന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് പറയാനല്ലേ? അല്ല, എനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് അപേക്ഷിക്കാനാണ്. ജനനിയുടെ ആഗ്രഹം അതാണ്. എങ്കിൽ കേട്ടോളൂ, ഈ വിവാഹം നടത്തി തരാൻ നിവൃത്തിയില്ല. വിശ്വാന് പോകാം. പോകാം, പക്ഷേ എന്നോടൊപ്പം പോരാൻ ജനനി ഉണ്ടാവും. ഇല്ല, അവൾ വരില്ല. രാഗം വൈദ്യാസിന്റെ മകളാണ് അവളെങ്കിൽ അവൾ നിന്റെ കൂടെ വരില്ല. വരും. വിശ്വനാഥന്റെ ജനനിയാണ് അവളെങ്കിൽ അവൾ എന്റെ കൂടെ വരും. അന്ന് ഞാൻ കരുതിയതാ ഇനി ഈ ലോകത്തിൽ ഒരു ശക്തിക്കും നിങ്ങളെ പിരിക്കാനാവില്ലെന്ന്. അതും തെറ്റി. വിശ്വാസനില്ലേ? ഇരിക്കൂ. വിശ്വ, എണീക്കൂ, എണീക്കൂ. തമിഴ് പെണ്ണുങ്ങൾ ഭർത്താവിനെ പേര് വിളിക്കാറില്ല. ഞാൻ അങ്ങനെ ശീലിച്ചു പോയതല്ലേ. ദാറ്റ്സ് ഇന്റിമസി. ഇനി മാറ്റി വിളിച്ച ഫോർമാലിറ്റി ആയി പോവില്ലേ? നല്ല പച്ച തമിഴിലെ മാവാന്ന് വിളിക്കണം. ഇല്ലെങ്കിൽ എന്തിനെന്ന് വാങ്ങണേ എന്ന് വിളിക്കണം.
ദേ ആരോ വന്നിരിക്കുന്നു. ആരാ? വൈകി ഉണരുന്ന ശീലം ഇനിയും മാറ്റാറായില്ലേ? നീയാണ്? അതെ, ഞാനാ. ഇപ്പൊ ലാൻഡ് ചെയ്തേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നീ തന്ന വിലാസത്തിൽ ഞാൻ കല്യാണക്കുറി അയച്ചിരുന്നു. ഞാൻ അവിടെ വിട്ടു. കുറെ നാൾ ഹരിദ്വാറിലായിരുന്നു. പിന്നെ ഗോവൻ ബീച്ചിൽ ഹരമായി ഞാൻ. നൗ ഗോവ ഇസ് ഡ്രൈ, നോ മ്യൂസിക്. ഞാനിങ്ങി പോകുന്നു. ഇവിടെ എത്ര കാലം ഉണ്ടാവും? എന്താ ബുദ്ധിമുട്ടുണ്ടോ? എന്നാൽ ഉടനെ സ്ഥലം വിടുന്നില്ല. അങ്ങനെ അങ്ങ് പോയാലെങ്ങനെ? 2 ദിവസം നിങ്ങളുടെ കുടുംബം ഇതും കൂടി കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. എനിവേ യു ആർ ലക്കി. ആ, പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇവനാണ് രാമനാഥൻ എന്ന രാമു, എന്റെ അമ്പി. ദേ, അമ്പിന്ന് അനിയാന്ന് വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. യു കോൾ മീ രാമു, രാമു ദ ഗ്രേറ്റ്. ഒരാളൊന്ന് ഇവനെന്താവെന്ന് പറയാൻ പറ്റില്ല. 2 ദിവസം കഴിയുമ്പോൾ പോയിക്കോളൂ. എനിവേ, ട്രൈ ടു ഹാൻഡിൽ വിത്ത് കെയർ. என்னம்மா ஐயா இருக்காரா? உள்ளே இருங்க, இப்ப வந்துருவார். இது யாரு வந்திருக்க? நம்ம கிருஷ்ணசாமியா? நமஸ்காரம். ஆத்துல எல்லாரும் சௌக்கியமா இருக்கா? எல்லாம் ஈஸ்வர கிருபை. உட்காரு உட்காரு. சொல்லுங்க, என்ன சமாதானம்? சொல்லு. இவரு மிஸ்டர் கோவிந்த பிள்ளை ഹരിപ്പാടിல இருந்து வந்திருக்காரு. കച്ചേരി വിഷയമാ ഏതോ പേശണമാ. ഞങ്ങൾ അമ്പലപ്പുഴയിലെ കച്ചേരി കേട്ടു, അസലായി. ഹരിപ്പാട് ഒരു സംഗീത കച്ചേരിക്ക് ക്ഷണിക്കാമെന്നതാ. വിശ്വനാഥൻ ഇപ്പോ ക്ലാസിക് രംഗത്ത് ഒരു അരമായിട്ടുണ്ട്. പണം ഒരു പ്രശ്നമല്ല, വിശ്വനാഥ് സാർ തന്നെ വേണം. MS ഗോപാലകൃഷ്ണന്റെ വയലിനും മാവേലിക്കര കൃഷ്ണൻകുട്ടിയുടെ മൃദംഗവും സാറിന്റെ കച്ചേരിയും കൂടി ആയാലേ പൊടി പൊടിക്കും. എപ്പോഴാ ഇത്? ഈ മാസം ഇനി ഒഴിവൊന്നുമില്ല. അടുത്ത മാസം പകുതി കഴിഞ്ഞ് എന്നെ ഒന്ന് വിളിക്ക്, ഞാൻ പറയാം. നീ ആളെ മാറിപ്പോയല്ലോ. ഇപ്പോൾ തനി ഒരു പട്ടത്തിയമ്മയായി. മൂപ്പരെങ്ങനെ തടി വെച്ചോ? വിഷയനെ എന്ത് തടി വെക്കാനാണ്? നീ ഇവിടെ എങ്ങനെ വന്നു? ഞാനിവിടെ ടെലിഫോൺ ഓപ്പറേറ്ററാണ്. ടെമ്പററി പോസ്റ്റാ. എഴുതാൻ സമയം കിട്ടിയില്ല. 3 ദിവസമേ ആയുള്ളൂ. വാ, വീട്ടിലൊന്ന് കയറിയിട്ട് ഒരു കപ്പ് കാപ്പ് കുടിച്ചിട്ട് പോകാം. ഇന്നൽപ്പം താമസിച്ച കുഴപ്പമൊന്നുമില്ലെന്നേ. പാർട്ട്ണർ വരുമ്പോ ഞാൻ വിസിറ്റ് ചെയ്ത കാര്യവും അന്വേഷണങ്ങളും ഒക്കെ അറിയിച്ചേക്കണേ. ഇപ്പൊ രണ്ടുപേരും വലിയ ആൾക്കാരായി പോയില്ലേ? ആരാ ഒരു പുതുമുഖം? എന്റെ ഫ്രണ്ടാണ്. എത്ര നാളെ ഇവിടെ വന്നിട്ട്? 1 മാസം. എവിടെ വർക്ക് ചെയ്യുന്നു? ടെലിഫോൺസിൽ. കൊള്ളാം. പഠിച്ചത് സംഗീതം, ജോലി ടെലിഫോൺസ്. നല്ല കോമ്പിനേഷൻ. നേരെ ഇരുത്തി തുടങ്ങി. വേഗം പോയിക്കോളൂ. ഞാൻ രാമു, രാമനാഥൻ. എ വെരി ഡേഞ്ചറസ് പേഴ്സൺ ബട്ട് ലവബിൾ. അദ്ദേഹത്തിന്റെ ബ്രദറാണ്. കല്യാണം കഴിഞ്ഞു? ഇല്ല. നേരം വൈകി, പോയിക്കോളൂ. സമയം കിട്ടുന്ന വരണേ. ഞാനും വരാൻ വീട് വരെ ഒരു കൂട്ടിന്. വീടല്ല, ഹോസ്റ്റലാണ്. അവള് തന്നെ പോയിക്കോളൂ. കമോ. രാധയെ കാണുമ്പോ എന്റെ അന്വേഷണം പറയണേ. വരട്ടെ. ബൈ. ഒന്ന് നിർത്തോന്ന്. വാട്ട്സ് ദ പ്രോബ്ലം? എനിക്കൊരല്പം ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. ഓ, ചേട്ടത്തി ഒരു നർത്തകിയാണെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. ഐ വുഡ് ലൈക്ക് ടു സീ യുവർ ഡാൻസ്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് മറ്റാരെയും കാണിക്കാനല്ല. കം ഓൺ, ഐ ലവ് ഡാൻസ് ആൻഡ് മ്യൂസിക്. യു സീ, ഞാനൊരു നല്ല നർത്തകനാണെന്ന കാര്യം ഏട്ടത്തിക്ക് അറിയാമല്ലോ. അങ്ങനത്തെ കോപ്രായമല്ല എന്റെ ഡാൻസ്. ഞാൻ കാണിക്കുന്ന കോപ്രായമാണെങ്കിലേ ഏടത്തിരി ഭരതനാട്യം, കച്ചിപ്പൊടി, അതൊക്കെ ശുദ്ധ കോമാളിത്തരങ്ങളാണെന്നാണ് എന്റെ അഭിപ്രായം. ഈ 2 കോപ്രായങ്ങളും തമ്മിലൊന്ന് മത്സരിച്ച് ഇതിലേതാണ് നല്ല കോപ്രായം നമുക്കൊന്ന് തീരുമാനിക്കാം. പാശ്ചാത്യവും പൗരസ്യവും തമ്മിലൊരു ക്ലാഷ്. ആർ യു റെഡി ടു ഡാൻസ് വിത്ത് മീ? ഇല്ല. അപ്പോഴേ എന്റെ ഓഫർ നിങ്ങൾ സ്വീകരിക്കാത്ത നിലയ്ക്ക് നിങ്ങളുടെ ഓഫർ സ്വീകരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. ഞാൻ നിർത്തിയ ശേഷം നിങ്ങൾ തുടങ്ങാം.
யார்? അവരോട് തമ്പി ഏ? തമ്പി இதுனா வாத்திய சங்கீதமா பைத்திய சங்கீதமா? வாங்க உள்ள போலாம். மாப்பிள்ள எங்க? കച്ചേരിക്ക് പോയിരിക്കാർ വന്നിട്ടില്ല. ത്യാഗരാജ ആരാധനയ്ക്ക് പോയിരുന്ന പോതും സംഗീത സഭക്കാർ പുരന്ദര സ്മൃതി നടത്തിയ പോതും അവർക്ക് നിറയെ വിരുദുകൾ കഴിച്ചത്. அதெல்லாம் சந்தோஷம் தானம்மா. நான் பத்திரம் வாசிக்கிறேனே. உனக்கு சௌக்கியமா? ஆர் யூ ஆல் ரைட்? അതന്നെ അപ്പടി കേക്കറേൻ. நீ சாதகம் நிறுத்திட்டியா? அப்படிയൊന്നും ഇല്ലേ. அது போறாது. நீ படிச்சுதான் ஆகணும். நாட்டியம் ജന്നി ഇറ്റ്സ് എ ബോൺ ടാലന്റ് ഫോർ യു. കഴിവ് നിനക്കും ആഗ്രഹം എനിക്കുമായി. കലാവാസന കളഞ്ഞു കിട്ടിയ ഒരു ചെലങ്ക പോലാണ്. ചെലങ്ക കളഞ്ഞു കിട്ടിയോണ്ട് മാത്രം ഒരാൾ നാട്യക്കാരനാവില്ല. കഠിനമായ പ്രയത്നത്തിലൂടെ മാത്രമേ ഒരാൾക്ക് നാട്യക്കാരനാവാൻ പറ്റൂ. ജന്നി മടി കുടിയെ കെടുക്കും എന്ന് നമ്മ ഭാഷയിൽ ചൊല്ലുക. നിനക്ക് മടി പാടില്ല. ആട്ടെ, നിന്റെ പക്കവാദ്യം ആരൊക്കെയാ? എനിക്ക് ടേപ്പ് റെക്കോർഡർ തന്നെ ധാരാളമാണ്. അതുപോരാ, ഇവിടെ പ്രൈവറ്റ് അക്കാദമി ഉണ്ടല്ലോ. ഞാൻ വേണ്ട ഏർപ്പാട് ചെയ്യാം. അത് വേണമാ? വേണം. യു ഷുഡ് പ്രാക്ടീസ്. നാളെ തന്നെ പോയി തുടങ്ങണം. തമ്പുരിങ്ങനെ നാളെ രാത്രി കച്ചേരി കൊള്ളാം. വല്ല ഷാപ്പിലും പോയി ഉറങ്ങിക്കളായിരുന്നു. ഇല്ലില്ല. പോയി ഉറങ്ങ. இந்த தடியனுக்கும் ரெண்டு கடத்துக்கு நடுவில் எப்படி ஒரு ஆளுக்கு உட்கார முடியும்? கர்மம். എങ്ങോട്ടാ രാവിലെ ചിലങ്കയൊക്കെ ആയിട്ട്? എങ്ങോട്ടും ഇല്ല. കാപ്പിട്ടല്ലേ? ഉണ്ടപ്പോ കൊണ്ടുവരാം. എന്താ മാമനാരുടെ ശടം വന്ന് കിടക്കുന്നേ? ഡാൻസ് പ്രാക്ടീസിന് പോവാൻ. അപ്പൊ ഇവിടെ ആയിക്കൂടെ? ഇവിടെ ഇവിടെ എന്താ കുഴപ്പം? അമ്പിയും മറ്റും ഇല്ലേ, അവനൊരു ഉപദ്രവം ഉണ്ടാ. കള്ളം പറയുമ്പോ വിശ്വസിക്കുന്ന രീതി പറയണം, അല്ലെങ്കിൽ പറയാൻ പോരും. സ്റ്റേജിൽ 10,000 പേരുടെ മുമ്പിൽ കെട്ടിച്ചമഞ്ഞാടാം. ഇവിടെ ഒരു കൊച്ചു ഇറക്കമുള്ളതുകൊണ്ട് വയ്യ. കാര്യം അറിയാതെ വിശ്വസ് സംസാരിക്കരുത്. എനിക്ക് പറയാനുള്ളത് കൂടെ ഒന്ന് കേൾക്കണം. ഒന്നും പറയണ്ട. മൂപ്പിൽസിന് എത്രയും വേഗം മോളെ നാട്യശ്രീ ആക്കാനുള്ള ധൃതിയായിരിക്കും. അപ്പൊ പിന്നെ വീട്ടിലെ സാധനമൊന്നും പോരാ. ഈ കൊള്ള കഴിവറവനെ നോക്കും. சின்னசாமி, இன்னைக்கு நான் பிராக்டிஸ்க்கு வரலன்னு அப்பாட்ட சொல்லுங்க. சரிம்மா. എന്തോന്നാടാ ഇത്? ഇത് ഗോവയും കോവളമൊന്നുമല്ല. മനുഷ്യർക്ക് ചെവിട് കേട്ട് കിടക്കണം. ഇതാണ് എന്റെ മ്യൂസിക്. ചേട്ടൻ ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. നമ്മൾ രണ്ട് ധ്രുവങ്ങളിലല്ലേ ജീവിക്കുന്നു. പക്ഷേ ഇപ്പൊ നീ എന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അത് ഓർത്താ കൊള്ളാം. അയൽവക്കത്തൊക്കെ ആൾക്കാരുണ്ട്. വെറുതെ ഒച്ച വെച്ച ആളെ കൂട്ടരുത്. അപ്പൊ ചേട്ടൻ ഇവിടെ നിന്ന് കീറുമ്പോഴും ചേട്ടത്തി വന്ന് തുള്ളിച്ചാടും ഇവിടെ ഒച്ചയൊന്നുമില്ല അല്ലേ? ഉണ്ട്. പക്ഷേ അത് ചിട്ടപ്പെടുത്തിയ കേൾക്കാൻ ഇമ്പമുള്ള സംഗീതമാണ്. അതിനോട് ആർക്കും എതിർപ്പുണ്ടാവില്ല. ഓ, അപ്പൊ ഗിറ്റാറിന്റെ സംഗീതം കേൾക്കാൻ കൊള്ളില്ലെന്നും അത് ചിട്ടപ്പെടുത്തിയല്ലെന്നാണ് ചേട്ടന്റെ അഭിപ്രായം? എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഞാനൊരു തല്ലുപൊളി ഗിറ്റാറിസ്റ്റാണല്ലേ? എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഈ നിലവിളി ഇവിടെ പാടില്ല. ഇത് നിലവിളിയല്ല, എന്റെ സംഗീതമാണ്. എനിക്ക് നിലവിളിയായിട്ടാണ് തോന്നുന്നത്. യു ആർ ഇൻസൾട്ടിംഗ് മൈ മ്യൂസിക്. ഐ ആം നോട്ട് ഇൻസൾട്ടിംഗ് എനിവൺസ് മ്യൂസിക്.
ബട്ട് യുവർ മ്യൂസിക് വിൽ ഡൈജസ്റ്റ് വിത്ത് മീ, ദാറ്റ്സ് ഓൾ. മനുഷ്യനും അല്പം സ്വൈര്യവും സ്വസ്ഥതയും വേണം. ഓക്കെ, സാരമില്ല. ഏകാന്തതയിൽ പോയിരുന്ന് പാടാം. ആ ഒരു സംതൃപ്തി മറ്റൊരിടത്തും കിട്ടില്ലല്ലോ. ആ ചെല്ല്, ഇവിടെ സ്വസ്ഥത ഉണ്ടാവല്ലോ. കോപത്തിലായിരിക്കും അല്ലേ? ഒരല്പം കോപമുള്ളപ്പോ നിന്നെ കാണാൻ നല്ല ചേല. എന്റെ മണ്ണെ, കോപം മൂത്ത് കുഴഞ്ഞ ചോറും എരിവും പുളിയില്ലാത്ത കറി എന്നെ കൊണ്ട് കഴിപ്പിക്കില്ലേ? എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. പിന്നെന്താ മുഖത്തൊരു ചുവന്ന തിളക്കം? ആ ചെറുക്കൻ അങ്ങനെയാ, എന്റെ അനിയനല്ലേ, അത്രയൊക്കെ വിവരം ഉണ്ടാവുള്ളൂ. ക്ഷമിച്ചോളാം. ടേപ്പ് റെക്കോർഡിനെ ഡിപ്പെൻഡ് ചെയ്ത് എങ്ങനെ ഡാൻസ് ചെയ്യുക? അച്ഛൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ആരാ ഒന്ന് പാടിത്തരിക, ഒന്ന് താളം പിടിക്കുക. അപ്പോ പാട്ടും താളവും മാത്രമേ ഉള്ളൂ പ്രശ്നമല്ലേ? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ. എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ഭൂമിയെക്കാളും ക്ഷമയുള്ള സൗഭാഗ്യദേവിയാണ് എപ്പോഴും ഭാര്യ. മന്ദസ്മിതങ്ങളാൽ നീറും മനസ്സിനെ ചന്ദനം ചാർത്തുന്നു ഭാര്യ. മന്ദസ്മിതങ്ങളാൽ നീറും മനസ്സിനെ ചന്ദനം ചാർത്തുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. കണ്ണുനീർത്തുള്ളിയിൽ മഴവില്ലു തീർക്കുന്ന സ്വർണപ്രഭാമയി ഭാര്യ. കണ്ണുനീർത്തുള്ളിയിൽ മഴവില്ലു തീർക്കുന്ന സ്വർണപ്രഭാമയി ഭാര്യ. കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു